സഹായത്തിന് അപേക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ നമ്മുടെ ഓരോ ആൾക്കാരുടെയും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയം നമുക്ക് എന്താണ് തിരിച്ചറിവുണ്ടാകുന്നത്? നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തമ്മിൽ ദ്വേഷിക്കുവാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ പാടില്ല എന്നുള്ള ആ ഒരു ബോധം വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മികത എന്ന് പറയാ. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മികതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ബഹുമാനിക്കുകയും ആരോടും എന്ത് ചെയ്യാൻ പാടില്ല? ദേഷ്യമോ അല്ലെങ്കിൽ അവരോട് ശത്രുതയോ വെച്ച് പുലർത്തുവാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് പകർത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ശ്രമിക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ ശ്ലോകം പറയുന്നുണ്ട്. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ ശപാകേച പണ്ഡിത സമദർശന. അപ്പോൾ ഭഗവത്ഗീതയിലുള്ള ശ്ലോകം ഇങ്ങനെയാണ് പറയുന്നത്. വിദ്യാവിനയ സമ്പന്നെ, അതായത് ആധ്യാത്മിക വിദ്യ, യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മിക വിദ്യയുള്ള ഒരു മുനിവര്യൻ, ഒരു മഹാഭക്തൻ, ഒരു ശുദ്ധഭക്തൻ എങ്ങനെയാണ് ചുറ്റുമുള്ളവരെ കാണുന്നത്? അദ്ദേഹം ഒരു നായയോ നായമാംസം കഴിക്കുന്ന ചണ്ടാളനെയോ ഒരു ബ്രാഹ്മണനെയോ പണ്ഡിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ ഒരു ആനയെയോ എല്ലാവരും എന്താണ്? ഇങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ്? സമനായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ത് പറയുന്നത്? വിദ്യാവിനയ സമ്പന്നൻ എന്ന് പറയുന്നത്. ഈ ശ്ലോകം എങ്ങനെയാണ്? വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീചൈവ ശപാകേച പണ്ഡിത സമദർശന. അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതൻ, അങ്ങനെയുള്ള ശുദ്ധഭക്തനായിട്ടുള്ള വ്യക്തി എന്താണ്? ഒരു നായയെയോ ചണ്ടാളനെയോ ബ്രാഹ്മണനെയോ പണ്ഡിതനെയോ ഒക്കെ എന്താണ്? സമദർശനത്തോടു കൂടിയിട്ടാണ് കാണുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ശുദ്ധഭക്തന്മാരുടെ പ്രത്യേകത. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് എന്താണ്? നമുക്കും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഈ ഭൗതിക ലോകത്തെ കുറിച്ചിട്ട് ഭഗവാൻ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ തന്നെ സംശയങ്ങൾ നമുക്ക് തോന്നാറുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നാസ്തികരായിട്ടുള്ള, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ടാവും, നിങ്ങളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്നു, അപ്പോൾ ഇത്രയും വലിയ പ്രളയവും ഈ കൊറോണയും ഇത്രയും വലിയ അക്രമങ്ങളൊക്കെ ഈ ലോകത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ദൈവം എവിടെയാ പോയിട്ടുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് കഷ്ടതകൾ നിറഞ്ഞതാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്താണ്? കഷ്ടതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കഷ്ടതകൾ ഉണ്ടായിട്ടുള്ളത്? ഈ കഷ്ടതകൾ ഉണ്ടായതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വാസസ്ഥാനമല്ല. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വാസസ്ഥാനം എവിടെയാണ്? വൈകുണ്ഠത്തിലാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ പുറമേയുള്ള ലോകത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാക്കും. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യും? ആദ്യം എവിടെ പിടിച്ചിടും? ജയിലിൽ പിടിച്ചിടും, അല്ലെ? എന്തിനാണ് ജയിലിൽ കൊണ്ടുപോയി ആക്കുന്നത്? അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ ഈ ഭൗതിക ലോകത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ, ഈ ഭൂമിയിൽ കാണുന്ന എല്ലാവരും എന്താണ്? ഭഗവാന്റെ ലോകത്തിൽ നിന്നും ഭഗവാന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ പരിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഭൗതിക ലോകത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള ദുരിതങ്ങൾ? ഒന്നാമത്തത് ആദിദൈവികം, രണ്ടാമത്തത് ആദിഭൗതികം, മൂന്നാമത്തത് ആധ്യാത്മികം. ഒന്നാമത്തത് ആദിദൈവികം, രണ്ടാമത്തത് ആദിഭൗതികം, മൂന്നാമത്തത് ആധ്യാത്മികം. അപ്പൊ ആദിദൈവിക ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവർക്കും ആദിദൈവിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. അത് അദാനി ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ഭിക്ഷക്കാരനായിക്കോട്ടെ, നായ ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ. എന്താണ് ഈ ആദിദൈവിക ക്ലേശം? ആദിദൈവിക ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ. ഉദാഹരണത്തിന് പ്രളയങ്ങൾ, ഭയങ്കര തണുപ്പ്, ഭയങ്കര ചൂട്, ഇങ്ങനെയുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന, അതായത് ദേവന്മാരാൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെയാണ് ആദിദൈവിക ക്ലേശം എന്ന് പറയുന്നത്. ഈ ക്ലേശങ്ങൾ ആരൊക്കെ അനുഭവിക്കേണ്ടി വരും? ഈ ഭൗതിക ലോകത്തിലിരിക്കുന്ന എല്ലാ ജീവികളും. അവർ പണക്കാരായിക്കോട്ടെ, പൈസ ഇല്ലാത്ത ആൾക്കാരായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ തരം ക്ലേശമാണ് ആദി ഭൗതിക ക്ലേശം. ആദി ഭൗതിക ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൂടെയുള്ള ജീവികളിൽ,
ജീവികളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശത്തെയാണ് ആദി ഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. ഇവിടെ ആർക്കെങ്കിലും മറ്റുള്ള ജീവികളെ കൊണ്ട് ഉപദ്രവമില്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലേ. മറ്റുള്ള ജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാവാം, അല്ലെങ്കിൽ മൃഗങ്ങളാവാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ജീവികളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപദ്രവത്തെയാണ് എന്ത് പറയുന്നത്? ആദി ഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. മറ്റുള്ള ജീവികളാൽ നമുക്കുണ്ടാകുന്ന ക്ലേശത്തെയാണ് ആദി ഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെയോ ആധ്യാത്മിക ക്ലേശം. ആധ്യാത്മിക ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളാൽ തന്നെ നമുക്കുണ്ടാകുന്ന ക്ലേശത്തെയാണ് ആധ്യാത്മിക ക്ലേശം. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ. രണ്ടാമത്തത്, നമ്മുടെ ശരീരം കൊണ്ട് നമുക്ക് തന്നെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ. ഉദാഹരണത്തിന് അസുഖങ്ങൾ. ശരീരം കൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാം, മനസ്സിനും അസുഖങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഇന്നത്തെ കലിയുഗത്തിൽ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ എല്ലാവർക്കും. കാരണം നമ്മൾ ഈ മറ്റുള്ള വലിയ വലിയ നഗരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പല ആൾക്കാരും ഉറങ്ങുന്നത് എങ്ങനെയാണ്? സ്ലീപ്പിംഗ് പിൽസ് കുടിച്ചിട്ടാണ്, ഉറക്ക ഗുളിക കുടിച്ചിട്ടാണ് പല ആൾക്കാരും ഉറങ്ങുന്നത്. കാരണം എന്താ? അവർക്ക് അത്രത്തോളം മനസ്സിന് സ്ഥിരതയില്ല, അത്രത്തോളം സ്ട്രെസ്സും ടെൻഷനുമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള 3 ക്ലേശങ്ങൾ ഈ ഭൗതിക ലോകത്തിലെ എല്ലാ വ്യക്തികളും അനുഭവിക്കേണ്ടി വരും എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഏതൊക്കെയാണ്? ആദിദൈവികം, ആധ്യാത്മികം, ആദിഭൗതികം. ആദിദൈവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ. പിന്നെ ആധ്യാത്മികം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാൽ തന്നെ, നമ്മുടെ മനസ്സോ നമ്മുടെ ശരീരമോ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ. പിന്നെ ആദിഭൗതികം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരാൽ, മറ്റ് ജീവികളാൽ, മറ്റുള്ള മനുഷ്യന്മാരാകാം, അല്ലെങ്കിൽ പട്ടികളാകാം, പൂച്ചകളാകാം, മറ്റുള്ള ജീവികളാൽ ഉണ്ടാകുന്ന ക്ലേശത്തെയാണ് ആദി ഭൗതിക ക്ലേശം എന്ന് പറയുന്നത്. ഈ 3 ക്ലേശങ്ങൾ എന്താണ്? ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും അനുഭവിക്കേണ്ടി വരും. ഇനി മറ്റൊരു ആചാര്യൻ, നമ്മുടെ തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട്, ഈ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന ക്ലേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഈ ശരീരം എത്രത്തോളം ക്ലേശം നമുക്ക് തരുന്നു എന്ന് പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് കുറച്ച് സുഖങ്ങൾ മാത്രമേ നൽകാൻ പറ്റുള്ളൂ, പക്ഷെ കൂടുതൽ ദുഃഖങ്ങൾ തരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു നല്ല ടേസ്റ്റുള്ള നല്ല സ്പെഷ്യൽ ലഡു കിട്ടിയെന്ന് വെച്ചോ. നമുക്ക് മാക്സിമം എത്ര ലഡു തിന്നാൻ പറ്റും? മാക്സിമം ഒരു 5-10 ലഡു മാത്രമേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. പക്ഷെ നേരെ മറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാലോ, അസുഖത്തിന് 5-10 എന്നുള്ള ലിമിറ്റില്ല. ചില ആൾക്കാർക്ക് ജീവിതകാലം മൊത്തം എന്ത് ചെയ്യേണ്ടി വരും? അസുഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഉദാഹരണത്തിന് ഈ ലഡു എടുത്തിട്ട് നമ്മൾ നല്ല രുചിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നല്ല ടേസ്റ്റിൽ നല്ലോണം രുചിക്കുന്നു, നല്ല ആസ്വദിച്ച് കഴിക്കുന്നു. ഈ ആസ്വദിച്ച് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളത് നാവെന്ന് കടിച്ചു പോയാലോ, അത്രയും നേരം നമ്മൾ ആസ്വദിച്ചതിൻ്റെ എല്ലാ ഇതും മറന്നുപോയിട്ട് പിന്നെ ഈ വേദന മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ ശരീരത്തിന് ആസ്വദിക്കാനുള്ള കഴിവിനെക്കാട്ടും കൂടുതൽ തീവ്രതയെക്കാട്ടും കൂടുതൽ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ശരീരത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങൾ എടുത്തു നോക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇപ്പൊ കണ്ണിനെ കൊണ്ട് നമുക്ക് നല്ല കാര്യം ചെയ്യാൻ സാധിക്കുക? നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും അല്ലെ? കണ്ണിനെ കൊണ്ട് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കും. പക്ഷെ ഇതേ കണ്ണിന് നമുക്ക് പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ നമുക്ക് വരാൻ പറ്റും. എന്തൊക്കെയാണ്? കണ്ണിന് കണ്ണ് രോഗം വരാം, കണ്ണിൽ പൊടി പോകാം, കണ്ണിൽ മറ്റുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങൾ ഇതേ കണ്ണിന് നമുക്ക് തരാൻ സാധിക്കും. പക്ഷെ നമുക്ക് കണ്ണിനെ കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുക? കാഴ്ച മാത്രമേ നമുക്ക് നല്ല കാഴ്ചകൾ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ ഈ ഭൗതിക ശരീരം എന്ന് പറയുന്നത് ആസ്വാദനത്തിലേറെ കൂടുതൽ ദുരിതങ്ങളാണ് തരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആചാര്യന്മാർ പറയുന്നു, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ ഭൗതിക ലോകത്തിലെ ദുരിതങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ട്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ വാസസ്ഥാനമല്ല. നമ്മുടെ യഥാർത്ഥ വാസസ്ഥാനം എവിടെയാണ്? ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലാണ് നമ്മുടെ യഥാർത്ഥ വാസസ്ഥാനം. അവിടത്തേക്ക് നമ്മൾ പോകുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഓർമ്മ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പലതരത്തിലുള്ള വേദനകളും നമുക്കും യാതനകളും തരുന്നത്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ബുദ്ധിയുള്ള ആൾക്കാർ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം വേദന അനുഭവിക്കേണ്ടി വരുന്നത്? എനിക്ക് എങ്ങനെ ഇതിൽ നിന്ന് മോചനം ലഭിക്കാം? എനിക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷം എങ്ങനെ ലഭിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ ഉത്തരം നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആഹാര നിദ്ര വയമൈഥുനംശ്ച സാമാന്യമേതത് പശുഭിർ നരാണാം ധർമ്മോഹിതേശോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭിർ സമാന. അതായത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ മൃഗങ്ങളെയും മനുഷ്യന്മാരെയും എടുത്തു കഴിഞ്ഞാൽ ആഹാരം, നിദ്ര, ഭയം, മൈഥുനം,
ഈ 4 കാര്യങ്ങൾ എന്താണ്? മൃഗങ്ങളും മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ആഹാരം, നിദ്ര, ഉറങ്ങുന്നുണ്ട്, ഭയം, എല്ലാവർക്കും ഭയമുണ്ട്, മൈഥുനം, എല്ലാവരും ഈ ഭൗതിക ലോകത്തിലെ മൃഗങ്ങളും മനുഷ്യന്മാരും മൈഥുനം ചെയ്യുന്നു. അപ്പൊ ഈ 4 കാര്യങ്ങളും എന്താണ്? ഈ 4 ആൾക്കാരും ഈ മൃഗങ്ങളും മനുഷ്യരും ചെയ്യുന്നുണ്ട്. അപ്പൊ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ധർമ്മോ ഹിതേഷോ അധികോ വിശേഷോ ധർമ്മേന ഹീന പശുഭിർ സമാന. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ധർമ്മോ ഹിതേഷോ, ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. എന്താണ് എൻ്റെ ധർമ്മം? ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്നു? എന്തുകൊണ്ടാണ് ഈ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്? എങ്ങനെ എനിക്ക് ദുരിതത്തിൽ നിന്ന് മോചനം നേടാം? എനിക്ക് എങ്ങനെ ശാശ്വതമായിട്ടുള്ള സന്തോഷം നേടാം എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്. അതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ എന്താണ്? ധർമ്മേനഹീന പശുബീർ സമാന. ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ചിന്തിക്കാതെ മൃഗത്തെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവര് മൃഗത്തിന് സമമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്തെ ഒരു ഹോസ്പിറ്റലായിട്ട് എടുക്കുക, ഒരു ആശുപത്രിയായിട്ട് എടുക്കുക. ആശുപത്രിയിൽ എന്താണ്? ആശുപത്രിയിൽ കുറെ രോഗികൾ വരും. രോഗികൾ വന്നിട്ട് എന്താവും? ചികിത്സിച്ചിട്ട് ഭേദമായിട്ട് പോകുവാനുള്ള സ്ഥലമാണ് ആശുപത്രി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്, നമ്മൾ കുറെ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ വിട്ടിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നമുക്ക് ഓർമ്മ വരും, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം കഷ്ടതകൾ വന്നതെന്ന്. നമ്മൾ ഈ ഇതുപോലെയുള്ള ധർമ്മഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കും, നമ്മുടെ യഥാർത്ഥ വാസസ്ഥാനം ഇതല്ല, വൈകുണ്ഠ ലോകമാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനുള്ള വഴികൾ നോക്കും. അങ്ങനെ നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിക്കും, നമ്മൾ അതിന് കണക്കായിട്ട് ജീവിതം നയിക്കും. അങ്ങനെ നമുക്ക് തിരിച്ച് അവിടത്തേക്ക് പോകാൻ സാധിക്കും. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരൊക്കെ എന്താണ് സംഭവിക്കുക? അവര് ജന്മ മൃത്യു ജരാവ്യാധി, ഈ സംസാര ചക്രത്തിൽ എന്തുണ്ടായും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട്, ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങൾ വരും, ഇതിൻ്റെ ഇടയ്ക്ക് വയസ്സാകും, ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജന്മ മൃത്യു ജരാവ്യാധി. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ പലരും ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നുണ്ടാവും, പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത്? നമ്മൾ ഈ ജന്മമൃത്യു ജരാവ്യാധിയുടെ ചക്രത്തിലൂടെ പോകുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ഈ ജന്മമൃത്യു വ്യാധി ചക്രം ഭേദിച്ചിട്ട് എവിടെ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? വൈകുണ്ഠ ലോകം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകത എന്താ? വൈകുണ്ഠം, ഉത്കണ്ഠ ഇല്ലാത്ത സ്ഥലത്തെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. കുണ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഉത്കണ്ഠ എന്നർത്ഥം. വൈകുണ്ഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്കണ്ഠ, വിഷാദം, ഇതൊന്നും ഇല്ലാത്ത ലോകം എന്ന് പറയുന്നു. ഈ വൈകുണ്ഠ ലോകത്തിന്റെ പ്രത്യേകത എന്താണ്? ആനന്ദാംബുതി വർദ്ധനം, എപ്പോഴും അവിടെ എന്താണ്? ആനന്ദമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ വൈകുണ്ഠ ലോകത്തിൽ എത്തുന്നതിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാർ 4 തരത്തിലുള്ള മുക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. സായുജ്യമുക്തി, സാർഷ്ടി, സാലോക്യം, സാരൂപ്യം, സാലോക്യം. ഇങ്ങനെ 4ഓ 5ഓ തരത്തിലുള്ള മുക്തികളെ കുറിച്ച് പറയുന്നത്. അത് ഓരോ മുക്തിയുടെയും ഇത് എന്താണ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സാർഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഭഗവാന്റെ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭഗവാന്റെ അതേ ഐശ്വര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കണ്ടിട്ടുണ്ടോ? ആ കമ്പനിയുടെ മുതലാളിക്ക് താഴെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതേ മുതലാളിയുടെ അതേ ജീവിത സൗകര്യങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. മുതലാളിമാരെപ്പോഴും എന്താ ചെയ്യുക? അവരുടെ താഴെയുള്ള ആൾക്കാർക്ക് അവരെക്കാട്ടിയും കുറഞ്ഞ സൗകര്യങ്ങളെ കൊടുക്കുള്ളൂ. പക്ഷെ ഭഗവാന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഭഗവാന്റെ ഭക്തരായി കഴിഞ്ഞാൽ, ഭഗവാന്റെ സേവനം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ അത്ര തന്നെ ഐശ്വര്യങ്ങൾ ആർക്ക് തരും? നമുക്ക് തരുമെന്ന് പറയുന്നു. അത്രത്തോളം നിസ്വാർത്ഥനാണ് ഭഗവാൻ. അപ്പോൾ ഒന്നാമത്തത് സാഷ്ടി, പിന്നെ രണ്ടാമത്തെ എന്താണ്? സാമീപ്യ മുക്തി എന്ന് പറയും. സാമീപ്യ മുക്തിയുടെ പ്രത്യേകത എന്താണ്? എപ്പോഴും ആ വ്യക്തിയുടെ കൂടെ, ആ മുക്തി ലഭിച്ച ആ വ്യക്തിയുടെ കൂടെ ഭഗവാൻ ഉണ്ടാവും. സാഷ്ടി, സാമീപ്യം, സാലോക്യം. സാലോക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭഗവാന്റെ അതേ ലോകത്തിൽ നമുക്ക് വസിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറയുന്നു. പിന്നെ അടുത്ത മുക്തി എന്താണ്? സാരൂപ്യ മുക്തി എന്ന് പറയും. സാരൂപ്യ മുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരൂപ്യ മുക്തി നേടുന്ന ആൾക്ക് എന്തുണ്ടാവും? ഭഗവാന്റെ അതേ ശരീര ഗുണങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആധ്യാത്മിക പരിശീലിച്ചു കഴിഞ്ഞാൽ, ഈ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സാധിക്കും? നമുക്ക്
ഈ തരത്തിലുള്ള മുക്തികൾ ലഭിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ അടുത്ത ജന്മത്തിലുള്ള കാര്യം മാത്രമല്ല, ഈ ജന്മത്തിൽ നമുക്ക് എന്താണ് സുസുഖം കർത്തും അവ്യയം, പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം എന്ന് പറയുന്നു. ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, നിനക്ക് പ്രത്യക്ഷത്തിൽ, നിനക്ക് അനുഭവത്തിൽ തന്നെ മനസ്സിലാവും എന്താണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പരിശീലിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്താണ് സുസുഖം കർത്തും അവ്യയം, നിനക്ക് യഥാർത്ഥത്തിലുള്ള മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുമെന്ന് ആര് പറയുന്നുണ്ട്? ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഭൗതിക ലോകത്തെ കുറിച്ച് ഭഗവത്ഗീതയിൽ ഭഗവാൻ പിന്നീട് പറയുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക ലോകത്തിന്റെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ ഈ കാണുന്ന ഭൗതിക ലോകം എന്ന് പറയുന്നത്? ആധ്യാത്മിക ലോകത്തിന്റെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഈ തലതിരിഞ്ഞ പ്രതിഫലനത്തിന്റെ പ്രത്യേകത? ഉദാഹരണത്തിന്, നമ്മൾ ഒരു പുഴക്കരയിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ പുഴക്കരയിൽ ഇരിക്കുമ്പോൾ ഈ പുഴയിൽ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാവിൻ്റെ ഇതുണ്ട്, പ്രതിഫലനമുണ്ട്. ആ പുഴക്കരയിൽ ഒരു മാവുണ്ട്. അപ്പോൾ ഈ പുഴയിൽ എന്തുണ്ട്? ആ മാവിൻ്റെ പ്രതിഫലനമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ മാവ് ഈ പ്രതിഫലനത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് ആ ജലത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് മാവിലുള്ള മാങ്ങ ആസ്വദിക്കാൻ സാധിക്കുമോ? ഇല്ല. മറിച്ച് എന്താ ഉണ്ടാവുക? നമ്മളെ പുഴയിലുള്ള ഫുള്ള് ചളിയും നമ്മുടെ ശരീരത്തിലാവും. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിന്റെ എന്താണ്? തല തിരിഞ്ഞ പ്രതിഫലനാണ്. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിട്ട് നമ്മുടെ കുറെ സന്തോഷവും ആനന്ദിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ലഭിക്കൂല? യഥാർത്ഥത്തിലുള്ള സന്തോഷവും ആനന്ദവും ലഭിക്കൂല. ആചാര്യന്മാർ പറയുന്നു, നമ്മൾ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്. ഒരു ദുഃഖം കഴിഞ്ഞ് കുറച്ച് സമയത്തേക്ക് ആ ദുഃഖം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ സന്തോഷം അതല്ല. യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് അറിയില്ല. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ സേവിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ ആനന്ദത്തിന്റെ സംഭരണിയാണ്. നമ്മളൊരു വെള്ളമുള്ള കിണറിൽ പോയിട്ട് കോരിക്കഴിഞ്ഞാലേ ജലം ലഭിക്കുള്ളൂ. അതേപോലെ തന്നെ ആനന്ദം എവിടെയാണുള്ളത്? ഭഗവാന്റെ അടുക്കാണുള്ളത്. അപ്പോൾ അവിടുന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആനന്ദം ലഭിക്കുള്ളൂ. അല്ലാതെ ഈ പൊട്ടക്കിണറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? നമുക്ക് ജലം ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഭൗതിക ലോകം എന്ന് പൊട്ടക്കിണർ പോലെയാണ്. ഇവിടെ എന്തില്ല? യഥാർത്ഥത്തിലുള്ള സന്തോഷം ലഭിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഭൗതിക ലോകത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം എവിടെയാണ്? ഭഗവാന്റെ ലോകത്തിലാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള ഈ കഷ്ടതകളുടെയൊക്കെ മെയിനായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ത്രിഗുണങ്ങൾ. ഭൗതിക ലോകത്തിലെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്ന് പറയും. ഈ ഭൗതിക ലോകത്തിൽ 3 ഗുണങ്ങളുണ്ട്. നമ്മൾ ഈ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സ്വഭാവത്തെയും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ സ്വഭാവത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ത്രിഗുണങ്ങളാണ് നമ്മുടെ ഈ ലോകത്തിൽ ഈ സംസാര ചക്രം ഉണ്ടല്ലോ, ജന്മം, മൃത്യു, ജനിക്കുക മരിക്കുക എന്ന് പറഞ്ഞ ഈ ചക്രം. ഈ ചക്രത്തിലേക്ക് നമ്മളെ എപ്പോഴും ബന്ധിപ്പിക്കുന്നത് കുടുക്കി വെക്കുന്നത് ഈ 3 ത്രിഗുണങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ ഗുണം, ഏറ്റവും താഴ്ന്ന ഗുണത്തെ കുറിച്ച് പറയുന്നത് ഏതാണത്? അത് തമോ ഗുണമാണ്. 3 ഗുണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതാണ് 3 ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഭൗതിക ലോകത്തിലുള്ള 3 ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും താഴ്ന്ന ഗുണത്തെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്കൊന്നും ഇല്ലാത്ത ഗുണമാണ്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? തമോ ഗുണം. അപ്പൊ ഈ തമോ ഗുണത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെയായിരിക്കും? എപ്പോഴും അവര് ആലസ്യം, അമിതമായിട്ടുള്ള ഉറക്കം, പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതൊക്കെ ഏത് ഗുണത്തിന്റെ പ്രത്യേകതയാണ്? തമോ ഗുണത്തിലുള്ള. അതുപോലെ തന്നെ പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, പിന്നെ മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണത്? ആലസ്യം, അമിതമായിട്ടുള്ള നിദ്ര, അതായത് 10-12 മണിക്കൂർ ഉറങ്ങുന്നത്, നിദ്ര, ആലസ്യം, പിന്നെ
പിന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥ, പിന്നെ പിന്നെന്താണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. ലഹരി പദാർത്ഥങ്ങൾ ഇതൊക്കെ ഏത് ഗുണത്തിലാണ് വരുന്നത്? തമോ ഗുണത്തിലാണ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഏതൊക്കെ സ്വഭാവങ്ങൾ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും? നമ്മൾ ഏത് ഗുണത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തി എന്താണ് കരുതുന്നത്? അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ എന്താണ്? ഈ ലോകത്തിൽ ദൈവമേ ഇല്ല, ദൈവത്തിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ എപ്പോഴും ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്? അവരെപ്പോഴും ചിന്തിക്കുന്നത് അവർ സന്തോഷിക്കുകയാണ് എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ അവർ ദുരിതത്തിലാണ് എന്ന് നമുക്ക് പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ആവുകയുള്ളൂ. അപ്പൊ ഈ തമോ ഗുണത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത ഇതാണ്: അവരൊരിക്കലും ദൈവത്തിൽ വിശ്വസിക്കില്ല. അവരെപ്പോഴും സ്വയം സന്തോഷിക്കുകയാണ് കരുതുന്നു. പക്ഷെ എന്താണ്? അവർ യഥാർത്ഥത്തിൽ ദുഃഖിക്കുകയാണ്. നമ്മൾ അമിതമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടാൽ സാധിക്കും എന്താണ്? അവർ പലതരത്തിലുള്ള അസുഖങ്ങൾ അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. പക്ഷെ എന്നാലും എന്തുണ്ടാവും? അവർ വീണ്ടും വീണ്ടും ഈ ലഹരി ഉപയോഗിച്ച് കൊണ്ടേയിരിക്കും. അതെന്താണ്? തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. മറ്റുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായിട്ടുള്ള ഉറക്കം, പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതപ്പോൾ ചെയ്യില്ല, അതെന്ത് ചെയ്യും? മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ആലസ്യം, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇനി രണ്ടാമത്തെ ഗുണം ഏതാണ് നമ്മൾ പറഞ്ഞത്? രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് രജോ ഗുണം എന്ന് പറയുന്നു. അപ്പൊ ഈ രജോ ഗുണത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ആചാര്യന്മാർ, ഞാൻ ഈ ക്ലാസ് റെഫർ ചെയ്ത ആചാര്യൻ പറയുന്നുണ്ട്, ഈ രജോ ഗുണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഈ ഗ്ലാമറസ് ആയിട്ടുള്ള ലോകത്തെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമാ ലോകം കണ്ടിട്ടുണ്ടാവും. ഈ സിനിമാ ലോകത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? അവര് പ്രശസ്തിയുടെയും അമിതമായിട്ടുള്ള പ്രശസ്തിയുടെയും മറ്റുള്ള ധനത്തിന്റെയും പിന്നാലെയാണ് അവർ പോകുന്നത്. അപ്പൊ എന്തിന്റെ ലക്ഷണമാണ്? രജോ ഗുണത്തിന്റെ ലക്ഷണമാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ രജോ ഗുണത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണ്? രജോ ഗുണത്തിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും മറ്റുള്ളവരാല് ബഹുമാനിക്കണം, എന്നെ എപ്പോഴും ബഹുമാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആര്? രജോ ഗുണത്തിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ അവർ കുറെ തരത്തിലുള്ള എന്ത് ചെയ്യും? ചാരിറ്റി, ദാനവും ധർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവണതയാണ് അവർക്കുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? രജോ ഗുണത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ ഒരു ആചാര്യൻ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ ഒരിക്കലും ഒരു വ്യക്തി എന്ത് ചെയ്തു? ഒരു 5-6 ഫാന് ഡൊണേറ്റ് ചെയ്തു, ദാനമായിട്ട് കൊടുത്തു അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ. അപ്പൊ ഇവര് ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് ഫാന് കറങ്ങാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഫാനിന്റെ ഓരോ ലീഫിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൊടുത്ത ആളെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്തിന്റെ ലക്ഷണമാണ്? ഇത് രജോ ഗുണത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്താണ്? അങ്ങനെയുള്ള ആൾക്കാര് സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയിട്ടും അമിതമായ കഠിന പ്രയത്നം ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? രജോ ഗുണത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം സ്ഥാനമാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടാവും. അവർക്ക് അവരുടെ ശക്തി, അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവർക്ക് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഉദാഹരണത്തിന് വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവര് രജോ ഗുണം കൂടുതലുള്ള ആൾക്കാരാണ്. എന്തായിരിക്കും? അവർക്ക് ഒരിക്കലും അവരുടെ സ്ഥാനമാനങ്ങൾ വിടാൻ താല്പര്യം ഉണ്ടാവില്ല. അവർ വയസ്സാകുന്നവരെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതെന്തിന്റെ ലക്ഷണമാണ്? രജോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറയുന്ന ഓരോ ഗുണങ്ങളിലും ഏതെങ്കിലും ഓരോരോ സ്വഭാവങ്ങളെങ്കിലും നമുക്ക് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ മിക്സ് ആയിട്ടുണ്ടാവും. ആർക്കും ശുദ്ധമായിട്ട് സത്വഗുണോ, ശുദ്ധമായിട്ട് രജോ ഗുണോ, ശുദ്ധമായിട്ട് തമോ ഗുണമുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഗുണം എന്താണ്? സത്വഗുണം എന്ന് പറയുന്നത്. സത്വഗുണത്തിന്റെ പ്രത്യേകത എന്താണ്? സത്വഗുണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെപ്പോഴും സത്യസന്ധന്മാരായിരിക്കും. അവരെപ്പോഴും നിസ്വാർത്ഥരായിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ താല്പര്യമുള്ളവരായിരിക്കും. അവരെപ്പോഴും പുണ്യാത്മാക്കളായിരിക്കും. അതുപോലെ തന്നെ അവർ ഇതുപോലെയുള്ള ധാർമ്മിക പ്രവർത്തികൾ ചെയ്യുന്ന എന്തിനാണ്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? അവരവരുടെ കർത്തവ്യബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് പറയുന്നത്? സത്വഗുണത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ശാസ്ത്രങ്ങൾ പഠിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഈ പറഞ്ഞ
കീർത്തനങ്ങൾ, ശാസ്ത്രങ്ങൾ ഇതൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർ എന്താണ് സത്വഗുണത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ഗുണങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ 3 ഗുണങ്ങൾ അധികം എന്താണ് മിക്സ് ആയിട്ടുണ്ടാവും. ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളിലും കുറച്ച് സ്വഭാവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ജീവിതത്തിൽ ഈ 3 ഗുണങ്ങളും മിക്സ് ആയിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോ ഇനി ഈ 3 ഗുണങ്ങളല്ലാണ്ട് മറ്റൊരു ഗുണമുണ്ട്. എന്താണ്? അതിനെയാണ് ശുദ്ധ സത്വഗുണം എന്ന് പറയുന്നത്. ഈ ശുദ്ധ സത്വഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ ഭൗതിക പ്രകൃതിയിൽ നിന്നും മോചിതനായിട്ട് തിരിച്ചെവിടത്തേക്ക് പോകാൻ പറ്റുള്ളൂ? ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ 3 ഗുണങ്ങളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ ഈ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ജനിച്ചു മരിച്ച് ചക്രത്തിലൂടെ പോകാൻ വേണ്ടി പോകുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഈ 3 ഗുണത്തിലും പെടാത്ത ആൾക്കാരാണ് എന്ന് പറയുന്നത് ശുദ്ധ സത്വഗുണത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധ സത്വഗുണത്തിൽ നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും? നമ്മൾ എത്തുവാനുള്ള വഴിയാണ് എന്ത്? ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമ ജപം ഏറ്റവും പ്രധാനമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലൗ നാസ്തേവ ഗതിരന്യത. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ജപിക്കണം. അങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ ഭക്തിയുത സേവനം, ഭഗവാനെ സേവിക്കണം. എങ്ങനെയൊക്കെ നമുക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും? ഭഗവാനെ എങ്ങനെയൊക്കെ സേവിക്കാൻ സാധിക്കും? നമ്മൾ നമ്മുടെ വീടൊക്കെ വിട്ട്, നമ്മുടെ കുടുംബജീവിതമൊക്കെ വിട്ട് മുഴുവൻ സമയം എന്താണ് ഗുരുവായൂർ പോയി നടയിരിക്കണോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും അങ്ങനെ വൃന്ദാവനത്തിലോ മറ്റുള്ള എവിടെയെങ്കിലും പോകണോ? അങ്ങനെയൊന്നും ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താൽ മതി? ഭഗവാനെ ചേർത്താൽ മതി. എങ്ങനെയാണ് നമ്മൾ ചേർക്കുക? നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, നമ്മൾ എന്താണ് ഗൃഹത്തിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ആദ്യം ഭഗവാൻ അർപ്പിക്കുക. ഉദാഹരണത്തിന് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ എന്ത് ചെയ്യണം? ഈ ഫ്രൂട്ട്സ് അർപ്പിക്കണം. ഈ ഫ്രൂട്ട്സ് അർപ്പിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണത്? പ്രസാദമാണ്. അത് നമുക്ക് കഴിക്കാം. അപ്പൊ ഭഗവാന്റെ പ്രത്യേകത എന്താണ്? ഭഗവാന് നമ്മൾ എന്ത് സമർപ്പിച്ചു കഴിഞ്ഞാലും അത് പിന്നീട് ആരാണ് ഉപയോഗിക്കുക? നമ്മൾ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കർത്തവ്യങ്ങളും എന്ത് ചെയ്യാം? ഭഗവാന് അർപ്പിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധീകരിക്കാൻ സാധിക്കും. ഈ 3 ഗുണങ്ങളിൽ നിന്നും അതിക്രമിച്ച് ശുദ്ധ സത്വഗുണത്തിലേക്ക് വരാൻ സാധിക്കും എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത പ്രയച്ഛതി. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? ഭഗവാന് നമ്മൾ ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമോ ഒരു എന്താണ് തുളസി ഇലയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ മാത്രം സമർപ്പിച്ചാൽ മതി. അത് മാത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭഗവാൻ അത്രത്തോളം എന്താണ് സന്തോഷവാനാകും. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാൻ എന്താണ് നോക്കുന്നത്? നമ്മുടെ ഭാവം മാത്രമേ നോക്കുന്നുള്ളൂ. ഭഗവാൻ ആരാണ്? ഭഗവാൻ ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഭഗവാൻ നമ്മുടെ ഭക്തി മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ എന്താണ് നൽകുന്നത് എന്ന് നോക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് നമുക്ക് ഇവിടെ ഈ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളം മുഴുവൻ നോക്കിയാൽ സാധിക്കും. നമ്മൾ ഈ കാണുന്ന പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ ആരാണ്? പണ്ടുള്ള മഹാഭാഗവതന്മാരായിട്ടുള്ള ആ രാജാക്കന്മാര് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതുപോലെയുള്ള ജനങ്ങൾക്ക് ഭഗവാനെ സേവിക്കുവാനുള്ള അവസരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് വർമ്മ പ്രഭു ഇതുപോലെയുള്ള ഈ സഭകൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ആ അവസരം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സഭകളും ഇതുപോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളും പണ്ടുള്ള രാജാക്കന്മാരും ഇപ്പോഴുള്ള ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യഥാവിധി ഉപയോഗിച്ചിട്ട് ഭഗവാനെ സേവിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കുടുംബജീവിതം ഉപേക്ഷിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ ജോലിയോ ഒന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഭഗവാനെയും കൂടി ചേർത്താൽ മതി. നമ്മുടെ എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്താൽ മതി? ഭഗവാന് സമർപ്പിച്ചാൽ മതി. നമ്മൾ സമ്പാദിക്കുന്ന ധനം അതിന്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ദാനം ചെയ്യാം. ഈ ദാനത്തിന്റെ പ്രത്യേകത എന്താണ്? ദാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ എത്ര ധനം ദാനം ചെയ്യുന്നുവോ അതിന്റെ എത്രയോ മടങ്ങ് 1000-ഓ 10,000-ഓ മടങ്ങായിട്ട് എന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു ലഭിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് പണ്ടുള്ള മഹാഭാഗവതന്മാരായിട്ടുള്ള രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുള്ളത്? എല്ലാം ഭഗവാൻ സമർപ്പിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഇതിന്റെ ശാസ്ത്രം അറിയാം. അതുപോലെ തന്നെ ഇന്നത്തെ തലമുറയിലുള്ള ആൾക്കാരെ നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഈ ഗുജറാത്തി മാർവാടി
കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരൊക്കെ അവരുടെ ഒരു ബിസിനസ് വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണെന്ന് ചെയ്യാന്നറിയോ? അവര് ഒരു ക്ഷേത്രം ഉണ്ടാക്കുക ചെയ്യുക, അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ധനം നൽകുകയോ ചെയ്യുക. അപ്പൊ അതിൽ കൂടി അവർക്ക് അതിന്റെ ശാസ്ത്രം അറിയാം. കാരണം എന്താണ്, നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് 10,000-ഓ എത്രയോ മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു വരുമെന്ന് അറിയാം. അപ്പൊ ഈ ക്ഷേത്രങ്ങൾക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ആ ക്ഷേത്രത്തിലുള്ള ഭാരവാഹികൾ എന്താണ് ചെയ്യുക? അത് ഭഗവാന്റെ സേവനത്തിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഭഗവാന്റെ സേവനത്തിന് മാത്രമല്ല, ഭഗവാന് നിവേദിച്ച ആ നേദ്യം അത് തിരിച്ച ആർക്കാണ്? ജനങ്ങൾക്ക് തന്നെയാണ് കൊടുക്കുക. നമ്മളിപ്പോ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങൾ ഉത്സവം ഉണ്ടാക്കി എന്താണ്, നാട്ടിലുള്ള എല്ലാവർക്കും തന്നെയല്ലേ പ്രസാദമായിട്ടും അന്നദാനമായിട്ടും ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം? ദാനം നൽകണം. അത് നമ്മുടെ അഭിവൃദ്ധിക്കും കൂടി നല്ലതാണ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള 3 ഗുണങ്ങളെ അതിക്രമിച്ചിട്ട് നമ്മൾ എവിടെ എത്തണം? നമ്മൾ ശുദ്ധ സത്വഗുണത്തിൽ എത്തിച്ചേരണം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 ഗുണങ്ങളിലുള്ള ആൾക്കാർക്ക് ലഭിക്കുന്ന ഫലത്തെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് സത്വഗുണം. 3 ഗുണങ്ങളിൽ സത്വഗുണം. സത്വഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് എന്താണ് ലഭിക്കുക? അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ദേവലോകങ്ങളിൽ, അതായത് ദേവതകളായിട്ട് വരെ ജനിക്കുവാനുള്ള അവസരം ലഭിക്കുന്നു എന്ന് പറയുന്നു. അതായത് പുണ്യങ്ങൾ ചെയ്യുന്ന സത്വഗുണത്തിലുള്ള വ്യക്തികൾക്ക് ദേവതകളായിട്ട് ജനിക്കുവാനുള്ള, ദേവലോകത്തിൽ സ്വർഗലോകങ്ങളിൽ വാഴുവാനുള്ള അവസരം ലഭിക്കും എന്ന് പറയുന്നു. ഇനി രജോ ഗുണത്തിലുള്ള വ്യക്തികളോ, നമ്മൾ നേരത്തെ പറഞ്ഞു, അവര് പലതരത്തിലുള്ള ദാനമൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ അറിയിക്കാൻ ആണെങ്കിൽ പോലും അവര് ദാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദാനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അടുത്ത ജന്മത്തിൽ വലിയ ഉയർന്ന കുടുംബത്തിൽ ജനിക്കുവാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നു. ഇനി തമോ ഗുണത്തിലുള്ള ആൾക്കാരോ, തമോ ഗുണത്തിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു, അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? അവരടുത്ത ജന്മത്തിൽ മൃഗയോനിയിൽ പിറക്കുന്നു എന്നും പറയുന്നു. അപ്പൊ ഈ 3 ഗുണങ്ങളിൽ ഈ 3 തരത്തിലുള്ള റിസൾട്ടാണ് പറയുന്നത്. ഈ 3 തരത്തിലുള്ള റിസൾട്ട് ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവരൊക്കെ ഈ സംസാര ചക്രത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ശുദ്ധ സത്വഗുണത്തെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ശുദ്ധ സത്വഗുണത്തിൽ ജീവിക്കുന്നവർക്ക് എവിടെ പോകാൻ സാധിക്കും? അവർക്ക് തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 ഗുണങ്ങളെ നമ്മൾ അതിക്രമിച്ചിട്ട് ഏത് ഗുണത്തിൽ വരണം? ശുദ്ധ സത്വ ഗുണത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നു. ഇനി അടുത്തതായിട്ട് ഭഗവത്ഗീതയിൽ വിവിധ തരത്തിലുള്ള സമയത്തെ കുറിച്ച് പറയുന്നുണ്ട്. വിവിധ തരത്തിലുള്ള യുഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് ഏതൊക്കെയാണ് യുഗങ്ങളുള്ളത്? 4 യുഗങ്ങൾ അല്ലെ? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അപ്പൊ ഈ 4 യുഗങ്ങളും കൂടിയിട്ടുള്ള ഒരു ഈ 4 യുഗങ്ങളെയാണ് കൂടിയിട്ടാണ് നമ്മൾ ചതുർയുഗം എന്ന് പറയുന്നത്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗം കൂടിയിട്ടാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഈ ചതുർയുഗം എത്ര വർഷങ്ങളാണ്? 43,20,000 വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഒരു ചതുർയുഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അങ്ങനെയുള്ള ഈ ഒരു ചതുർയുഗത്തിൽ ഉള്ള ഒരു കലിയുഗം എത്ര വർഷമാണ്? 4,32,000 വർഷമാണ് ഒരു കലിയുഗം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കലിയുഗത്തിലുള്ള എത്ര വർഷം കഴിഞ്ഞു? ഇപ്പൊ കലിയുഗത്തിലുള്ള 5,500 വർഷം കഴിഞ്ഞു. 5,000 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇനി കലിയുഗത്തിൽ ബാക്കി എത്ര വർഷങ്ങളുണ്ട്? 4,27,000 വർഷം ബാക്കിയുണ്ട് എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതിൽ തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട്, ഇനിയുള്ള ഒരു 10,000 വർഷം മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ഭൂമിയിൽ നമുക്ക് ഈ ധർമ്മം എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, പ്രചരിപ്പിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നു. 10,000 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈ ലോകത്തിൽ മുഴുവൻ ആരായിരിക്കും? മ്ലേച്ഛന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. പിന്നീട് ആര് വരും? കൽക്കി ഭഗവാൻ വന്നിട്ട് ഈ മ്ലേച്ഛന്മാരൊക്കെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും സത്യയുഗം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇതിങ്ങനെ ചക്രം, ഇതും ഈ കാലം ഇങ്ങനെ ചക്രമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും സത്യയുഗം വരും. വീണ്ടും ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, സത്യയുഗം, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് കാലത്തെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ഓരോ കാലത്തിലും ഓരോ ആൾക്കാർക്കും വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഓരോ കാലത്തിലും വിവിധ തരത്തിലുള്ള സ്വഭാവങ്ങളാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ പറയുന്നു,
ഓരോ യുഗത്തിലും ഓരോ ധർമ്മമാണ് ഓരോ ആൾക്കാർക്കും ഉള്ളത് എന്ന് പറയുന്നു. സത്യയുഗത്തിലുള്ള ധർമ്മം എന്താണ്? സത്യയുഗത്തിലുള്ള ആൾക്കാർക്ക് 1,00,000 ആയുസ്സുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ സത്യയുഗത്തിലെ ധർമ്മം എന്താണ്? സത്യയുഗത്തിൽ ഭഗവാനെ മനസ്സിലാക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ധ്യാനത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. ഇനി അടുത്ത യുഗം ത്രേതായുഗത്തിലോ? ത്രേതായുഗത്തിൽ എന്താണ്? എങ്ങനെയാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക? യജ്ഞങ്ങളിലൂടെ കൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക? ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ, എങ്ങനെ? വിഗ്രഹാരാധനയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നു. ഇനി കലിയുഗത്തിലോ? കലിയുഗത്തിലുള്ള ഒരേ ഒരു മാർഗം എന്താണ്? കലിയുഗത്തിൽ ഭഗവാനെ മനസ്സിലാക്കാനുള്ള മാർഗം, കലിയുഗ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കലിയുഗ ധർമ്മം നാമസങ്കീർത്തനമാണ്. ഭഗവാന്റെ തിരുനാമ ജപം മാത്രമാണ് കലിയുഗത്തിൽ ഭഗവാനെ മനസ്സിലാക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ധ്യാനിച്ചിട്ട് ഭഗവാനെ മനസ്സിലാക്കുവാനുള്ള അത്രയും ബുദ്ധിശക്തിയോ മനഃശക്തിയോ ഇല്ല. അതുപോലെ തന്നെ യജ്ഞങ്ങൾ ചെയ്തിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാനുള്ള വസ്തുക്കൾ, ശുദ്ധിയുള്ള വസ്തുക്കൾ നമുക്കില്ല. അതുപോലെ തന്നെ ഭഗവാനെ ആരാധിക്കുവാനുള്ള അത്രയും കഴിവ് നമുക്കില്ല. പിന്നെ നമുക്ക് എന്താണുള്ളത്? നമുക്ക് ഭഗവാന്റെ നാമം മാത്രമേ ഉള്ളൂ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്തുകൊണ്ടാ? ഈ കലിയുഗത്തിൽ ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. ഈ നാമരൂപത്തിലാണ് ഭഗവാൻ കലിയുഗത്തിൽ അവതരിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു മാങ്ങ എടുത്തു. ഈ മാങ്ങ എടുത്തിട്ട് നമ്മൾ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയെ രുചിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ ഭഗവാന്റെ തിരുനാമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാന്റെ തിരുനാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനും ഭഗവാന്റെ തിരുനാമവും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഭഗവാനും ഭഗവാന്റെ തിരുനാമവും തമ്മിലുള്ള വ്യത്യാസം ഇല്ല എന്നും ഭഗവാന്റെ തിരുനാമം തന്നെയാണ് ഭഗവാൻ എന്നും മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരണം സംഭവിക്കണം. അപ്പൊ ഈ ഹൃദയം ശുദ്ധീകരിക്കുവാനുള്ള, ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് മനസ്സിലാകണം. എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കണം. അപ്പൊ ഈ ഹൃദയം ശുദ്ധീകരിക്കാൻ എന്താണ് മാർഗം? ഹൃദയത്തിൽ പലതരത്തിലുള്ള അനർത്ഥങ്ങളുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ അനർത്ഥങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമുക്ക് ഭഗവാനും ഭഗവാന്റെ തിരുനാമവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഈ അനർത്ഥങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? അതിനും ഭഗവാന്റെ തിരുനാമം മാത്രമേ മാർഗമുള്ളൂ. ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്ത് സാധിക്കും? നമ്മുടെ ഈ എല്ലാ അനർത്ഥങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ജപിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒരവസ്ഥയിൽ ഒരു സമയം എത്തും, എങ്ങനെ? ഭഗവാനും ഭഗവാന്റെ തിരുനാമവും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ മഞ്ഞപ്പിത്തത്തിന് ഈ കരിമ്പിൻ ജ്യൂസ് മരുന്നായിട്ട് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കരിമ്പിൻ ജ്യൂസ് ആദ്യം മരുന്ന് ആയിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യില്ല? കരിമ്പിൻ ജ്യൂസിന്റെ യഥാർത്ഥത്തിലുള്ള മധുരം ഈ രോഗിക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ മരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കും എന്താവും? പിന്നീട് എന്താവും? അദ്ദേഹത്തിന് ഇതിന്റെ യഥാർത്ഥ മധുരം ആസ്വദിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമം നമുക്ക് ആദ്യം ജപിക്കുമ്പോൾ എന്ത് ചെയ്യില്ല? അതിന്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു രുചി, ആ തിരുനാമത്തിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഈ തിരുനാമം നമ്മൾ നിത്യവും ജപിച്ചുകൊണ്ടേയിരിക്കും എന്താവും? നമ്മൾ പരിശുദ്ധീകരിക്കപ്പെടും. പിന്നീട് നമുക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമുക്ക് തന്നെ നമ്മൾ ഭഗവാന്റെ തിരുനാമം നിത്യവും ജപിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാക്കും. നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ആ ഒരു വ്യത്യാസം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആൾക്കാരോട് തന്നെ അനുഭവത്തിലുള്ള ആൾക്കാർ പറയാറുണ്ട്, എന്താണ്? നമ്മൾ തിരുനാമം ജപിച്ചതിന് ശേഷം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലും വ്യത്യാസമുണ്ട് എന്ന് അവര് തന്നെ സ്വയം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഭഗവാന്റെ തിരുനാമം എന്താണ്? അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ കലിയുഗത്തിൽ. ഇത് ഷോഡശതം നാംനാം കലി കൽമശനാശനം നാഥ പരതരോപായാത് സർവവേദേഷു ദൃശ്യതേ. ഈ കലിയുഗത്തിൽ ഈ ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ആ മന്ത്രത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ കലിയുഗത്തിലുള്ള എല്ലാ അനർത്ഥങ്ങളെയും നീക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പിന്നീട് ഈ ഭഗവത്ഗീതയിൽ പറയുന്നത് കാലത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ജന്മമൃത്യു ജരാവ്യാധിയിലൂടെ നമ്മൾ കടന്നു പോകണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടുള്ള ആറ് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവന് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ ജനിക്കണം, പിന്നെ നമ്മൾ വളരും, പിന്നെ നമ്മുടെ ശരീരം ഒരു സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കും,
പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പ്രത്യുൽപാദനം നടത്തും, പിന്നെ ശരീരം ക്ഷയിക്കും, പിന്നീട് എന്താവും? ആ ശരീരത്തിന് എന്ത് സാധിക്കും? മരണം സംഭവിക്കും എന്ന് പറയുന്നു. അതിനുശേഷം എന്തുണ്ടാവും? നമ്മൾ വീണ്ടും മറ്റൊരു അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ, അത് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടാണെങ്കിൽ മനുഷ്യ യോനിയിൽ ജനിക്കും, അല്ലെങ്കിൽ മോശം കർമ്മങ്ങൾ ചെയ്ത ആൾക്കാർ എന്തുണ്ടാവും? മൃഗയോനിയിലും ജനിക്കുവാൻ സാധ്യതയുണ്ട് പറയുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ അമ്മയുടെയും എന്താണ് ഇതിൽ ജനിക്കേണ്ടി വരും എന്ന് പറയുന്നു. പിന്നീട് നമ്മുടെ ഇവിടെ ശാസ്ത്രങ്ങളിൽ പറയുകയാണ്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മത്തിന്റെ നിയമങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർമ്മത്തിന്റെ നിയമങ്ങളെ കുറിച്ച് ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമുക്ക് പലപ്പോഴായിട്ട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടാവും. നമ്മൾ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങൾ തോന്നാം. ഉദാഹരണമായിട്ട് പലരും എന്താണ് വളരെ സാമ്പത്തികമായിട്ടുള്ള നല്ല കഴിവുള്ള കുടുംബത്തിൽ ജനിക്കുന്നു. ചില ആൾക്കാർ എന്താണ് സാമ്പത്തികം ഇല്ലാത്ത കുടുംബത്തിൽ ജനിക്കുന്നു. ചില ആൾക്കാർക്ക് നല്ല ശാരീരികമായിട്ടുള്ള ആരോഗ്യമുണ്ട്. ചില ആൾക്കാർ ജനിക്കുമ്പോൾ ആരോഗ്യമില്ല. ചില ആൾക്കാർ നല്ല സൗന്ദര്യത്തോടു കൂടി ജനിക്കുന്നു. ചില ആൾക്കാർക്ക് എന്തില്ല? സൗന്ദര്യമില്ല. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീത ഇതിനെ ഏത് രീതിയിലാണ് ഭഗവത്ഗീത ഇതിനെ വിശദീകരിക്കുന്നത്? ഭഗവത്ഗീത ഇത് കർമ്മത്തിന്റെ നിയമങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ ലോകത്തിൽ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭഗവാൻ എന്തിനാണ് ഇത്രത്തോളം കഷ്ടം എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ളത്? നോക്കൂ, അപ്പുറമുള്ള ആളുടെ ജീവിതത്തിൽ എത്രത്തോളം നല്ല അഭിവൃദ്ധി ഉണ്ട്, ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. പക്ഷെ ഇവിടെ ഭഗവത്ഗീത ഭഗവാൻ പറയുന്നു, നമ്മളെന്തല്ല, നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം. നമ്മൾ മുൻപും കുറേയേറെ ജന്മങ്ങൾ ജനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല ജന്മങ്ങളായിട്ട് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എന്ത് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതിന് നമ്മൾ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദുരിതങ്ങളുണ്ട്, എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കലിയുഗത്തിലുള്ള ആൾക്കാർ എന്താണ്, കലിയുഗത്തിലുള്ള ആൾക്കാർ ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്. എന്താണ് പലതരത്തിലുള്ള പാപകർമ്മങ്ങൾ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ കലിയുഗത്തിൽ ഇങ്ങനെ ഒരു ജീവിതം ലഭിച്ചത്. എങ്കിൽ പോലും നമ്മൾക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇതുപോലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ശരീരത്തിൽ ദുരിതങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ടാണ് ഈ ഇതുപോലുള്ള ദുരിതങ്ങൾ നമ്മൾക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ആചാര്യന്മാര് നമ്മുടെ ഭക്തന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയി. അപ്പൊ ഈ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ അതിന്റെ എന്താണ് ആ സിനിമ തുടങ്ങി കുറെ സമയത്തിന് ശേഷമാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ ആ സിനിമ കാണാൻ പോയപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ എന്താണ് തിയേറ്ററിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരച്ഛൻ തൻ്റെ 2-3 മക്കളുടെ കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് കുറെ പോലീസുകാർ വന്നിട്ട് എന്ത് ചെയ്യും? ഈ അച്ഛനെ വലിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സിനിമ കാണാൻ പോയത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണാൻ പോയപ്പോൾ ഈ നല്ല അച്ഛനെ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ അതിന് മുന്നേയുള്ള സീനിൽ എന്തുണ്ടായിരുന്നു? ഈ വ്യക്തി മറ്റുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് മറ്റേതോ ഒരു വ്യക്തിയെ കൊല്ലുന്ന ഒരു സീനുണ്ട്. ആ വ്യക്തിയെ കൊന്നതിന്റെ ഫലമായിട്ടാണ് എന്ത് അദ്ദേഹത്തിനെ വന്നിട്ട് ഈ പോലീസുകാർ വന്നിട്ട് പിടിച്ചു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജനിച്ചപ്പോൾ നമുക്ക് പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഈ ജന്മത്തെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ പൂർവ്വജന്മത്തിലൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം എന്താ അറിയില്ല, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഭഗവാനെ കുറ്റം പറയാൻ സാധിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്രയും എന്തുകൊണ്ട് ദുരിതം തന്നു ഭഗവാനെ എന്ന് നമുക്ക് ഒരിക്കലും ഭഗവാനെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാ? ഈ പറയുന്ന എല്ലാ കർമ്മങ്ങളുടെ ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് മാത്രമാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നു. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റപ്പോഴും തന്നെ എന്തുണ്ട്? നമുക്ക് വല്ലാത്ത വയറിളക്കം. എന്തുകൊണ്ടായിരിക്കും ഈ വല്ലാത്ത വയറിളക്കം വന്നിട്ടുണ്ടാവുക? നമ്മൾ തലേ ദിവസം എന്തോ ഒരു മോശം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പറയുന്നു, ഞാനൊന്നും മോശമായിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ എനിക്ക് ഇങ്ങനെ വന്നത്? കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ തലേ ദിവസം മോശം ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ജന്മത്തിലുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. നമ്മൾ എത്രയോ കോടി ജന്മങ്ങൾ മുൻപും ജനിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ എന്ത് ചെയ്തതെന്ന് അറിയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞിരുന്നു, അത് ഇവിടെ പുതിയ ആൾക്കാരോട് ഒന്നുകൂടി പറയാം.
ധൃതരാഷ്ട്രരുടെ കഥ പറയുന്നുണ്ട് മഹാഭാരതത്തിൽ. ഒരിക്കലും ധൃതരാഷ്ട്ര ശ്രീകൃഷ്ണ ഭഗവാനോടൊക്കെ പോയിട്ട് ചോദിക്കും. കാരണം എന്തുകൊണ്ടാ? ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാര് എന്ത് ചെയ്തു? മരണപ്പെട്ടു. പക്ഷെ പാണ്ഡുവിന്റെ പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചില്ല? ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഈ ധൃതരാഷ്ട്ര പോയിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഇതെന്താണ് എന്റെ 100 പുത്രന്മാർ മാത്രം മരണപ്പെട്ടതെന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പൊ ഭഗവാൻ ഈ ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? ഭഗവാൻ ആരാണ്? ഭഗവാൻ പരമാത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഭഗവാന് നമ്മുടെ 50 കോടി വർഷങ്ങൾക്ക് മുൻപുള്ള നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഭഗവാൻ അറിയാം. കാരണം എന്തുകൊണ്ടാണ്? ഭഗവാന് ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന ആളാണ് ഭഗവാൻ. പക്ഷെ നമുക്ക് എന്ത് സാധിക്കില്ല? നമുക്ക് നമ്മുടെ ഈ ജന്മത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ഈ ധൃതരാഷ്ട്രർക്ക് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അതിങ്ങനെയാണ്: ധൃതരാഷ്ട്രയെ, നിങ്ങൾ 50 ജന്മങ്ങൾക്ക് മുൻപേ ആരായിരുന്നു? 50 ജന്മങ്ങൾക്ക് മുന്നേ നിങ്ങളൊരു കാട്ടാളനായിരുന്നു. അപ്പൊ ഈ കാട്ടാളൻ എന്ത് ചെയ്തു? ഈ കാട്ടാളനായിരുന്നു ഈ ധൃതരാഷ്ട്ര. 50 ജന്മങ്ങൾക്ക് മുന്നേ കാട്ടാളനായിട്ടുള്ള ധൃതരാഷ്ട്ര ഒരു പക്ഷിക്കൂടിൽ കുറെ ചെറിയ പക്ഷിക്കുട്ടികൾ ഉണ്ടായിരുന്നു. 100 പക്ഷിക്കുട്ടികൾ ഉണ്ടായിരുന്നു. ആ പക്ഷിക്കുട്ടികൾ എന്ത് ചെയ്യും? അമ്പെയ്ത് തീ കൊളുത്തിട്ടോ അമ്പെയ്തിട്ടോ എങ്ങനെയോ കൊല്ലും. അപ്പൊ ഈ എന്ത് ചെയ്യും? ഈ പക്ഷിക്കുട്ടികളുടെ അമ്മ ഇത് കാണും. അമ്മ പക്ഷി ഇത് കാണും. ഈ അമ്മ പക്ഷി വളരെയേറെ വേദന ഇതുകൊണ്ട് അനുഭവിക്കും. അപ്പൊ ഈ ഒരു മോശം കർമ്മം ആര് ചെയ്തു? ഈ ധൃതരാഷ്ട്ര 50 ജന്മങ്ങൾക്ക് മുന്നേയുള്ള കാട്ടാളനായിട്ട് ജനിച്ചപ്പോൾ ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? നിങ്ങൾ ഈ 50 ജന്മങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രമായിട്ട് ജനിച്ചപ്പോൾ നിങ്ങളുടെ ഈ 100 മക്കള് മരിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വന്നത് ഇതുകൊണ്ടാണ് എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ ധൃതരാഷ്ട്രയോട് പറഞ്ഞു. അപ്പോ ധൃതരാഷ്ട്ര ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഞാൻ 50 ജന്മങ്ങൾക്ക് മുന്നേ അല്ലേ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ആ കാട്ടാളൻ ആയി ജനിച്ചതിന് തൊട്ട് അടുത്ത ജന്മം തന്നെ എന്തുകൊണ്ട് എനിക്ക് കർമ്മഫലം ലഭിച്ചില്ല എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ധൃതരാഷ്ട്ര ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, കാരണം എന്തുകൊണ്ടാ? ഒരു പുത്രൻ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പുണ്യത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് പുത്രൻ ഉണ്ടാവുക. അപ്പോൾ ഈ 100 പുത്രന്മാർ ഉണ്ടാവണം എന്ത് ചെയ്യണം? അത്രയേറെ പുണ്യം ചെയ്യണം. അപ്പൊ ഈ 50 വർഷങ്ങൾ എടുത്തിട്ടാണ് ആര്? നമ്മുടെ ധൃതരാഷ്ട്ര 100 പുത്രന്മാർ ഉണ്ടാകുവാനുള്ള പുണ്യം ചെയ്തത്. അങ്ങനെ 100 പുത്രന്മാർ ഉണ്ടാകുവാനുള്ള പുണ്യം 50 ജന്മങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ഈ ധൃതരാഷ്ട്ര ചെയ്തപ്പോൾ അങ്ങനെ 100 പുത്രന്മാരുണ്ടായി. അപ്പൊ ഈ 50 ജന്മങ്ങൾക്ക് മുന്നേയുള്ള ഈ മോശം കർമ്മഫലം എന്തായി? ആ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർമ്മത്തിന്റെ നിയമങ്ങൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഭഗവാന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ശരീരം ലഭിക്കുന്നു എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാരും ഉറങ്ങുന്നുണ്ട്. അപ്പോ ഒരു ദിവസം വളരെയേറെ 12 15 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് എന്ത് ലഭിക്കും? അദ്ദേഹം അടുത്ത ജന്മത്തിൽ എന്താകും? കരടിയായിട്ട് ജനിക്കും എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ കരടിക്ക് കൂടുതൽ ഉറങ്ങാനുള്ള അവസരം ലഭിക്കും. അപ്പൊ ഭഗവാൻ ആരാണ്? ഭഗവാൻ അത്രത്തോളം കാരുണ്യമുള്ള വ്യക്തിയാണ്. നമ്മൾ ഈ ജന്മത്തിൽ എന്തൊക്കെ ആഗ്രഹിച്ചോ അത് അടുത്ത ജന്മത്തിൽ നമുക്ക് തരും. നമ്മൾ ഈ ജന്മത്തിൽ കുറെ ഉറങ്ങുവാനാണ് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യും? നമുക്ക് അടുത്ത ജന്മത്തിൽ ഉറങ്ങുവാനുള്ള ശരീരം ഭഗവാൻ തരും. ഈ ഭൗതിക പ്രകൃതി ഭഗവാൻ ഭൗതിക പ്രകൃതിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഭൗതിക പ്രകൃതി നമുക്ക് തരും. കരടിയുടെ ശരീരം തരുന്നു എന്ന് പറയുന്നു. ഇനി മറ്റൊരു അതുപോലെ തന്നെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, ഇപ്പൊ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ 24 ചില ആൾക്കാരുണ്ടാവും ഓരോ സമയവും ഇങ്ങനെ ഭക്ഷണം എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാർ. 24 മണിക്കൂറും ഭക്ഷണത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരെന്താണ്? അവർ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മനുഷ്യജന്മം രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? അടുത്ത ജന്മത്തിൽ പന്നികളായിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. പിന്നീട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ മറ്റു പല രാജ്യങ്ങളിലും യഥാർത്ഥ രീതിയിൽ ശരീരം മറക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്ക് അടുത്ത ജന്മത്തിൽ മരങ്ങളായിട്ട് ജനിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. യഥാവിധി ശരീരം നാണം മറക്കാത്ത ആൾക്കാർ മരങ്ങളായി ജനിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ ശാസ്ത്രങ്ങളിൽ പല പുനർജന്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ കർമ്മത്തെ 3 തരത്തിലാണ് ഭഗവത്ഗീത തിരിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്,
കർമ്മണോ ഹി ബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറയുന്നുണ്ട്, ഈ 3 തരത്തിലുള്ള കർമ്മങ്ങൾ എന്താണ് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, എന്താണ് നമ്മൾ ചെയ്യാൻ പാടുള്ളത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ 3 തരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് കർമ്മം. ഇവിടെ കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യകർമ്മത്തെയാണ്. അതായത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, മറ്റുള്ളവരെ എന്താണ് സഹായിക്കുക, ഇതിനെയാണ് എന്ത് പറയുന്നത്? കർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് വികർമ്മം. വികർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇതിനാണ് എന്ത് പറയുന്നത്? വികർമ്മം എന്ന് പറയുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ള ജീവികളെ കൊല്ലുക, മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുക, ഇതൊക്കെ എന്താണ്? വികർമ്മത്തിലാണ് പെടുന്നത്. അപ്പൊ ഈ വികർമ്മം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വികർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഒന്നാമത് പറഞ്ഞു കർമ്മം. കർമ്മം എന്ന് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പുണ്യകർമ്മത്തെയാണ്. പുണ്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലവും നമുക്ക് ലഭിക്കും. ഉദാഹരണമായിട്ട് കിണർ കുഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവരെ സഹായിക്കുക, ദാനം നൽകുക, അന്നദാനം നൽകുക, ഇതൊക്കെ പുണ്യകർമ്മത്തിലാണ് പെടുന്നത്. ഇനി വികർമ്മം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. എന്തൊക്കെയാണ്? മെയിനായിട്ട് കലിയുഗത്തിൽ 4 കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് വികർമ്മത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. മെയിനായിട്ട് 4 കാര്യങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് ചൂതാട്ടം. ചൂതാട്ടം വികർമ്മത്തിൽ പെടുന്നു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുന്നത് വികർമ്മത്തിൽ പെടുന്നു. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, ഇത് വികർമ്മത്തിലാണ് പെടുന്നത്. പിന്നെ നാലാമത്തെ എന്താണ്? ചൂതാട്ടം, പിന്നെ മാംസാഹാരം, എന്തൊക്കെയാ പറഞ്ഞത്? പിന്നെ നാലാമത്തത് എന്താണ്? നാലാമത്തത് അവിഹിതമായ ബന്ധം. ഈ 4 കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല. ഈ പ്രത്യേകിച്ച് ഈ കലിയുഗത്തില് പ്രത്യേകമായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളാണ്. ഈ 4 വികർമ്മങ്ങളാണ്. ഏതൊക്കെ? അവിഹിതമായിട്ടുള്ള ബന്ധം, മറ്റുള്ള ജീവികളെ കൊന്നു തിന്നുന്നത്, ചൂതാട്ടം, ലഹരി പദാർത്ഥം. ഈ 4 കാര്യങ്ങളും വികർമ്മമാണ്. ഇതെന്താണ്? ഇത് നമുക്ക് വളരെയേറെ കർമ്മഫലങ്ങൾ ഇതിൽ കൂടെ ലഭിക്കേണ്ടി വരും. ഈ കർമ്മഫലങ്ങൾ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ചിലപ്പോൾ ഈ ജന്മത്തിലോ ചിലപ്പോൾ അടുത്ത ജന്മത്തിലോ നമുക്ക് ഈ കർമ്മങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ചില കർമ്മങ്ങൾ നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് കർമ്മഫലമായിട്ട് വരും. ചില കർമ്മങ്ങൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലോ വരും. അത് ആചാര്യന്മാർ പറയുന്നത് ഒരു വിത്ത്, ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു എന്താണ് നമ്മുടെ ചെറിയൊരു ചെടിയുടെ വിത്ത് നമ്മൾ പായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുളച്ച് വലുതാവും. പക്ഷെ നേരെ മറിച്ച് വലിയൊരു വൃക്ഷത്തിന്റെ വിത്ത് ഇട്ട് കഴിഞ്ഞാലോ അത് മുളച്ച് വലുതാകാൻ കുറെ സമയമെടുക്കും. ഇങ്ങനെ ഓരോ വിത്തിനും ഓരോ സമയമാണ് അത് വലുതായിട്ട് വലിയ വൃക്ഷങ്ങളായിട്ട് ഫലം നൽകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ ചില കർമ്മങ്ങൾ നമുക്ക് എന്ത് ചെയ്യും? ചില കർമ്മങ്ങൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് തരും, ചില കർമ്മങ്ങൾ നമ്മൾ കുറെ കാലങ്ങൾക്ക് ശേഷമേ റിസൾട്ട് തരുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊന്നു, ആ വ്യക്തിയെ കൊന്നു കഴിഞ്ഞാൽ എന്താണ്? ആ കേസ് വന്നു, കേസിന് ശേഷം കോടതിയിൽ പോയി, കോടതിയിൽ കേസുകൾ നടന്നു, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അതിന്റെ ശിക്ഷ കിട്ടുന്നുണ്ടാവുക. നേരെ മറിച്ച് ഒരാള് പോയിട്ട് എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ എന്താണ് കയ്യിലെ പണം എന്താണ് കട്ടെടുക്കാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവും? അപ്പൊ തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? അടി കിട്ടും. അതെന്താണ്? അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടി. അപ്പൊ ഇതുപോലെ ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ പല സമയത്താണ് നമുക്ക് ലഭിക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ലഭിക്കും, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ലഭിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് പുണ്യകർമ്മം അഥവാ കർമ്മം എന്ന് പറയുന്നത്, രണ്ടാമത്തത് വികർമ്മം എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കർമ്മമാണ് എന്ത്? അകർമ്മം എന്ന് പറയുന്നത്. എന്താണ് ഈ അകർമ്മം? അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു കർമ്മവും ചെയ്യാത്ത അവസ്ഥയാണ് അകർമ്മം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു അകർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? അകർമ്മം എന്ന് പറയുന്നത്. നമുക്ക് കുടുംബം ഉണ്ടാവും, നമുക്ക് ബിസിനസ് ഉണ്ടാവും, നമുക്ക് ജോലി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എന്താണ്? അതൊക്കെ നമ്മൾ ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അകർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ അകർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പുണ്യകർമ്മത്തിനും ഈ വികർമ്മത്തിനും എന്തുണ്ട്? ഫലങ്ങളുണ്ട്. പുണ്യകർമ്മം ചെയ്ത് കഴിഞ്ഞാൽ പുണ്യഫലങ്ങൾ ലഭിക്കും. ഈ വികർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ
പാപഫലങ്ങളും നമുക്ക് ലഭിക്കും. പക്ഷെ ഈ അകർമ്മത്തിന് എന്തില്ല? അകർമ്മത്തിന് ഫലമില്ല. പിന്നെന്താണ് നമ്മൾ ഈ അകർമ്മം ചെയ്തതിനെ കൊണ്ട് ഗുണം? നേരത്തെ പറഞ്ഞ ഗുണം തന്നെ എന്താണ്? നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് ഈ അകർമ്മം? അകർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഏതൊക്കെ കർത്തവ്യങ്ങളുണ്ട് അതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നതിനാണ് അകർമ്മം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക? ഭഗവാന് സമർപ്പിക്കുക. ആ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായി? അത് നിവേദ്യം തിരിച്ചെടുക്കും. എന്തായി? പ്രസാദം. അതെന്തായി? അത് അകർമ്മമായി. ആ ഭക്ഷണത്തിന് എന്തില്ല? കർമ്മമില്ല. നേരെ മറിച്ച് എന്താണ്? ഭഗവാന്റെ പ്രസാദമാണ്, ഭഗവാന്റെ അനുഗ്രഹമുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നിത്യവും ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അതും അകർമ്മത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ധനത്തിന്റെ ചെറിയൊരു ഭാഗം എന്ത് ചെയ്യുക? ഭഗവാന് സമർപ്പിക്കുക. അതും അകർമ്മത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ വിവിധ രീതിയിൽ നമ്മൾ ഭഗവാനെ സേവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അകർമ്മം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും എന്ന് പറയുന്നു. അപ്പോ കർമ്മവും പുണ്യകർമ്മവും പാപകർമ്മവും നമ്മൾ എന്ത് ചെയ്യും? ഈ ഭൗതിക ലോകത്തിൽ സംസാര ചക്രത്തിൽ കൊടുക്കും. പുണ്യകർമ്മം എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമുക്ക് പുണ്യത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ തന്നെ നല്ല കുടുംബത്തിൽ ജനിക്കാം, നല്ല ധനമുള്ള കുടുംബത്തിൽ ജനിക്കാം, ഒക്കെയുള്ള ഫലങ്ങൾ ലഭിക്കും. വികർമ്മം ചെയ്തു കഴിഞ്ഞാലോ നമ്മൾ ഈ പറഞ്ഞ പോലെ മൃഗജന്മമോ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് തന്നെ പല രീതിയിലുള്ള യാതനകൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അകർമ്മം ചെയ്തു കഴിഞ്ഞാലോ നമുക്കിതൊന്നും രണ്ടുമില്ല. നമുക്ക് ഈ ജന്മ മൃത്യു ചക്രത്തിൽ നിന്ന് ഭേദിച്ചുകൊണ്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ ഭഗവാൻ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അങ്ങനെയുള്ള ഈ ഭഗവാൻ നമുക്ക് എന്തെങ്കിലും സ്വതന്ത്ര ഇച്ഛ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ എന്ന് കൂടി നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ചുരുക്കാം. ഭഗവാൻ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പലരും പറയുന്നേക്കാം, ഇതെല്ലാം എന്റെ വിധിയാണ്. കുറെ സംസാരിക്കുമ്പോൾ എനിക്ക് നാവ് കുഴയാൻ തുടങ്ങും. അതുകൊണ്ട് ഇതൊക്കെ എന്റെ വിധിയാണ് എന്ന് പലരും പറയുന്ന കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഉദാഹരണമായിട്ട് എനിക്ക് വരുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും മോശം കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചില ആൾക്കാർ എന്താ പറയാ, ഇത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് ചില ആൾക്കാർ പറയാം. അപ്പൊ അങ്ങനെയാണോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വിധി കൊണ്ട് ഉണ്ടാകുന്നതാണോ? ശാസ്ത്രങ്ങൾ പറയുന്നു അത് അങ്ങനെ മാത്രമല്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ജനിക്കുന്ന കുടുംബം, നമ്മുടെ സാമ്പത്തിക ശേഷി, നമുക്ക് ചിലപ്പോൾ ലഭിക്കുന്ന ജോലി, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ എന്താണ്? നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യവും പാവവും കർമ്മഫലങ്ങളുടെ ഇതുകൊണ്ടാണ് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും എന്തുണ്ട്? ഭഗവാൻ എന്തുണ്ട്? സ്വതന്ത്രമായിട്ടുള്ള ഇച്ഛ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള? നമുക്ക് ഈ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് ഉള്ള ഇച്ഛ തന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില വ്യക്തികൾക്ക് എന്താണ്, ചില ആൾക്കാരുടെ സ്വഭാവമാണ്, ഞങ്ങൾ പറഞ്ഞു കേട്ടതാണ്, ചില ആൾക്കാർക്ക് ഈ ചെറിയ പ്രായത്തിൽ എന്താണ് ഈ വസ്തുക്കൾ പോകുവാനുള്ള പ്രവണത ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ചില കുട്ടികളുണ്ടാവും ചെറിയ പ്രായത്തിലെ മറ്റുള്ള കുട്ടികളുടെ റബ്ബറോ അല്ലെങ്കിൽ പെൻസിലോ ഒക്കെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഇതെന്താണ്? ഇത് ഇവർ പൂർവ്വജന്മത്തിൽ ചെയ്ത ആ കർമ്മത്തിന്റെ ആ വാസനയാണ് ഈ ജന്മത്തിൽ കാണിക്കുന്നത്. പക്ഷെ ആ കുട്ടിക്ക് വളർന്നു വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആ കുട്ടിക്ക് സ്വയം ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ പഠിച്ചുകൊണ്ട് സ്വയം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. എന്താണ്? എനിക്ക് ഇങ്ങനെ ചെയ്യാൻ, ഞാനിനി ഇങ്ങനെ ചെയ്യില്ല, ഇതെന്റെ പൂർവ്വജന്മത്തിൽ ഉണ്ടായ ഒരു വാസനയാണ്, എനിക്കിത് ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാനെന്ത് ചെയ്യുന്നില്ല, ഞാനിത് ഒരിക്കലും ചെയ്യൂല എന്നുള്ള തീരുമാനം എടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറെ സ്വതന്ത്ര ഇച്ഛയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഈ ഭഗവത്ഗീത പോലെയുള്ള ഗ്രന്ഥങ്ങൾ തന്നിട്ടുള്ളത്. എന്തിനാണ്? നമുക്ക് ഈ സ്വതന്ത്ര ഇച്ഛയോട് കൂടിയിട്ട് ഭഗവാൻ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും പല ആൾക്കാർ ചോദിക്കാറുണ്ട്, നമ്മൾ എന്തിനാണ് ഈ ഭഗവാൻ ഇതുപോലെയുള്ള ഈ പാപ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? നമ്മളെല്ലാവരെയും തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയാൽ പോരെ? നമ്മളെല്ലാവരെയും നല്ല ആൾക്കാരാക്കിയിട്ട് സൃഷ്ടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയാൽ പോരെ? അപ്പോൾ ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ഒരിക്കലും ആരെയും നിർബന്ധിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാൻ ഭഗവാൻ ശ്രമിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു
ഒരു മകനെ എന്ത് ചെയ്യണം, ആലിംഗനം ചെയ്യണം. അപ്പൊ അച്ഛൻ പോയിട്ട് എന്ത് ചെയ്യും, അച്ഛൻ ആ മകന്റെ തലയിൽ ഒരു തോക്ക് വെച്ചിട്ട് പറയുന്നത് വാ എന്നെ കെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ കെട്ടിപ്പിടിക്കും. പക്ഷെ മകൻ ആ സ്നേഹത്തോടു കൂടിയാണോ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നത്? അല്ല. അതുപോലെ തന്നെയാണ് ഭഗവാന് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യില്ല, ഭഗവാൻ ഒരിക്കലും ആരെയും നമ്മളൊരിക്കലും റോബോട്ടിനെ പോലെ കാണുവാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ഭഗവാന്റെ അടുക്ക തിരിച്ചു പോകണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ തന്നിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് നമുക്ക് സ്വയം തോന്നണം എന്ത്, നമുക്ക് ഭഗവാന്റെ അടുക്ക തിരിച്ചു പോകണം എന്ന്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ഭഗവാൻ എന്താണ് വേണ്ടത് നമ്മളിൽ നിന്ന്? ഭഗവാന് നമ്മളിൽ നിന്നും വേണ്ടത് പ്രേമം, ഭഗവാനോടുള്ള സ്നേഹമാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തലക്ക് എന്താണ് തോക്ക് വെച്ചിട്ട് ഐ ലവ് യു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വ്യക്തിയോട് പോയിട്ട് തലക്ക് തോക്ക് വെച്ചിട്ട് പറയാം നിങ്ങൾ എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നു. അപ്പൊ തന്നെ ആ വ്യക്തി ഐ ലവ് യു എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയോട് സ്നേഹമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഭഗവാൻ ആരെയും പിടിച്ചിട്ട് അങ്ങ് എന്ത് കൊണ്ടുപോകണ്ട, വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമില്ല. മറിച്ച് എന്താണ്, നമ്മൾ സ്വയം തിരിച്ചു പോകണം എന്നുള്ള, സ്വയം തിരിച്ചു പോകാനുള്ള ബുദ്ധി നമുക്ക് ഭഗവാൻ തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുക. പഠിച്ചിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിന് നമ്മൾ പറഞ്ഞ പോലെ വിശകലനം ചെയ്യുക. ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്, മുഴുവൻ ദുരിതങ്ങൾ നിറഞ്ഞിട്ടുള്ള ലോകമാണ്. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിൽ എന്താണ്, അങ്ങനെയുള്ള ലോകത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്, ഭഗവാന്റെ തിരുനാമ ജപാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഭഗവാന്റെ തിരുനാമം, അതുപോലെ തന്നെ ശ്രീമദ് ഭഗവത്ഗീത, ഭാഗവതം, ഈ രണ്ട് ഗ്രന്ഥങ്ങളും വളരെ പ്രധാനമാണ് നമ്മൾ ഈ കലിയുഗത്തിൽ. അതായത് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നാമാന്യാനി, കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. അതായത് ഈ കലിയുഗത്തിൽ നമുക്ക് എന്താണ്, ഒരേ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യമുള്ളൂ. എന്താണ്, ഏകോ ഗ്രന്ഥം, ഒരേ ഒരു ഗ്രന്ഥം. എന്താണ്, ഈ ഭഗവത്ഗീത മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താണ്, ഒരേ ഒരു നാമം ചൊല്ലിയാൽ മതി. എന്താണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭഗവാന്റെ ഈ തിരുനാമം ജപിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് തിരിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയിട്ട് എന്താണ്, അവിടെ ഈ ജന്മ മൃത്യു ജരാവ്യാധി തുടങ്ങിയിട്ടുള്ള ഈ കഷ്ടതകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പറയുന്നു. അതിന്റെ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചുരുക്കാം. എങ്ങനെയാണ് ഈ നാമം നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് ശാസ്ത്രത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, നാരദമുനിയുടെ കഥ. ഒരിക്കലും നാരദമുനി ഒരു വനത്തിൽ പോയി. അപ്പൊ ഈ വനത്തിൽ നടന്നു പോകുന്ന സമയത്ത് നാരദമുനി ഒരു കാഴ്ച കാണുന്നുണ്ട്. എന്താണ് ആ കാഴ്ച? ആ കാഴ്ച ഇങ്ങനെയാണ്, കുറേ ജീവികൾ പകുതി ജീവനോടുകൂടി, അതായത് ഒരു ജീവിക്ക് എന്തുണ്ടാവും, കാലുണ്ടാവില്ല, ഒരു ജീവിക്ക് കൈ ഉണ്ടാവില്ല, ഒരു ജീവിക്ക് വിരലുണ്ടാവില്ല, ഇങ്ങനെ പകുതി ജീവനോട് കൂടിയിട്ട് കുറെ ജീവികൾ യാതനകൾ അനുഭവിക്കുന്ന ആര് കാണും? നാരദമുനി കാണും. അപ്പോൾ നാരദമുനി കണ്ടപ്പോൾ, നാരദമുനി ആരാണ്? ഭഗവാന്റെ ശുദ്ധ ഭക്തനാണ്. അപ്പോൾ നാരദമുനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. അപ്പൊ നാരദമുനി കരുതി ഇതാരാണ് ഇത്രയും വലിയ ക്രൂരത ചെയ്തു എന്ന് നാരദമുനി കരുതി. അങ്ങനെ നാരദമുനി എന്ത് ചെയ്യും? നാരദമുനി നേരെ കൂടുതലും മുന്നോട്ടേക്ക് നടക്കുമ്പോഴാണ് അവിടെ ഒരു വേട്ടക്കാരനെ കാണും. അപ്പൊ ആ വേട്ടക്കാരന്റെ പേര് ഇതായിരുന്നു, മൃഗാരി എന്നാണ് പേര്. അപ്പൊ ഈ മൃഗാരിയെ കണ്ടപ്പോൾ നാരദമുനി ചോദിച്ചു, ഹേ മൃഗാരി, ആരാണ് ഇത്രയും വലിയ ക്രൂര പ്രവൃത്തി ചെയ്തതെന്ന് നാരദമുനി ചോദിച്ചു. അപ്പോൾ ഈ വേട്ടക്കാരൻ പറഞ്ഞു, ഹേ നാരദമുനി, ഞാനാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന്. അപ്പോൾ നാരദമുനി പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ പകുതി ജീവനോട് കൂടിയിട്ട് ഈ ജീവികളെ കൊല്ലുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മൃഗാരി പറഞ്ഞു, എനിക്ക് ഇവരെ ഈ പകുതി ജീവനോട് കൂടിയിട്ട് വെക്കുമ്പോഴെന്താണ്, എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. പകുതി ജീവനോടുകൂടി അവർ യാതനകൾ അനുഭവിക്കുന്ന കാണുമ്പോൾ എന്താവും, എനിക്ക് ഭയങ്കര അതിയായിട്ടുള്ള സന്തോഷം തോന്നും എന്ന് പറഞ്ഞു. അപ്പൊ നാരദമുനി പറഞ്ഞു, ഹേ വേട്ടക്കാരൻ, നീ ചെയ്യുന്ന എന്താണ്, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് എന്താണ്, നീ അടുത്ത ജന്മത്തില് ഇതിന് വളരെയേറെ യാതനകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോ ഈ വേട്ടക്കാരൻ പറഞ്ഞു, ഞാനീ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഞാനീ ചെയ്യുന്നത് എന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നാരദമുനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് നിന്റെ വീട്ടുകാരോട് ചോദിക്കൂ, നീ ചെയ്ത പ്രവൃത്തിയുടെ കർമ്മഫലത്തിന്റെ ഫലങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് നീ നിന്റെ ഭാര്യയോടും മക്കളോടും പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മൃഗാരി എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ നേരെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൃഗാരി എന്ത് ചെയ്യും? നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് ആരോട് പറയും? തന്റെ ഭാര്യയോട് ചോദിക്കും,
എന്താണ് ഞാനിങ്ങനെ ഒരു നാരദ മുനിയെ കണ്ടു. അപ്പൊ നാരദ മുനി പറഞ്ഞു, ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ ഒക്കെ ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. അപ്പൊ ഈ ഭാര്യയും മക്കളും എന്ത് പറയും? ഇല്ല, നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളൊരിക്കലും ഈ കർമ്മത്തിന്റെ ഫലം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഈ മൃഗാരിക്ക് തിരിച്ചറിവുണ്ടായി, ഇത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിവുണ്ടായി. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ നാരദ മുനിയുടെ അടുക്കൽ പോയി. നാരദ മുനിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നാരദ മുനി, എനിക്ക് എന്ത് ചെയ്യണം? എനിക്കിനി ഒരു നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മുനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ അതിനുള്ള മാർഗം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. എന്നിട്ട് നാരദ മുനി പറഞ്ഞു, നീ എപ്പോഴും എന്ത് ചെയ്യണം? നീ എപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ജപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൃഗാരി എന്ത് ചെയ്യും? ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ നാരദ മുനി എന്ത് ചെയ്യും? ആ സ്ഥലം വിട്ടിട്ട് ദൂരത്തേക്ക് പോകും. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? നാരദ മുനി വീണ്ടും ആ കാട്ടിലേക്ക് വരും. നാരദ മുനി വീണ്ടും ആ കാട്ടിലേക്ക് വരുന്ന സമയത്ത് നാരദ മുനി ദൂരത്തുനിന്ന് കാണും ഒരു വ്യക്തിയെ കാണും ദൂരത്തുനിന്ന്. ഈ വ്യക്തി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും, നാരദ മുനിയെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ വ്യക്തി വരുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ചാടിക്കൊണ്ടാണ് വരുന്നത്. ഒരു സ്ഥലത്ത് വെക്കും, ഒരു അപ്പുറത്തെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് ചാടിയിട്ടാണ് വരുന്നത് കാണുന്നത്. അപ്പോൾ നാരദ മുനി അടുക്കൽ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും, ഇതാരാണ്? ഇത് മുൻപ് കണ്ടിട്ടുള്ള ആ കാട്ടാളനായിട്ടുള്ള മൃഗാരിയാണ്. ഇദ്ദേഹത്തിന് മുഖം ഉണ്ടാവും, മുഖം വളരെ തേജസ്സുള്ള മുഖമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ നാരദ മുനി ഈ മൃഗാരിയോട് ചോദിക്കും, ഹേ മൃഗാരി, നീ എന്താണ് ഇങ്ങനെ ചാടിയിട്ട് വരുന്നത്? എന്തുകൊണ്ടാണ് ഈ കാല് ഒരു സ്ഥലത്ത് മര്യാദക്ക് എന്താണ് നീ വെക്കാത്തതെന്ന് ചോദിക്കും ഈ മൃഗാരിയോട്. ഈ മുൻപ് കാട്ടാളനായിട്ടുള്ള മൃഗാരിയോട് ചോദിക്കും. അപ്പൊ ഈ മൃഗാരി പറയും, ഹേ നാരദ മുനി, ഞാൻ അങ്ങ് തന്നിട്ടുള്ള ഈ തിരുനാമം എപ്പോഴും ജപിക്കാൻ തുടങ്ങി. അങ്ങനെ ജപിച്ചിട്ട് എന്തായി? എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ എൻ്റെ പാദം വെക്കുമ്പോഴും പോലെ എന്താണ് എനിക്ക് വളരെയേറെ വേദന ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്താണ് ഞാൻ എൻ്റെ ഓരോ പാദങ്ങൾ വെക്കുമ്പോഴും എന്താണ് ഒരു ജീവിയുടെയും ശരീരത്തിൽ വെക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ചാടി പോകുന്നത്. അതായത് ഒരു ജീവിയെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ചാടി പോയത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അത്? ഓരോ ജീവിയെയും പകുതി കൊന്നിട്ട് അതിൽ ആനന്ദിച്ചിരുന്ന വ്യക്തിയാണ് എങ്ങനെയായി മാറിയത്? ഇതേപോലെയുള്ള ഒരു ശുദ്ധ ഭക്തനായിട്ട്, സാധുവായിട്ട് മാറിയത്, കാട്ടാളനായിട്ടുള്ള വ്യക്തിയായി മാറിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ മാറിയത്? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഭഗവാന്റെ തിരുനാമം ജപിച്ചു. ഒരു ശുദ്ധ ഭക്തനിൽ നിന്നും ഭഗവാന്റെ തിരുനാമം സ്വീകരിച്ചുകൊണ്ട് ജപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തുണ്ടായത്? അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈ പരിവർത്തനം ഉണ്ടായത്. അപ്പൊ ഇതേപോലെ നമ്മുടെ ഹൃദയത്തിൽ നമുക്കറിയാം നമ്മളെങ്ങനെയാണ് എന്ന്. നമുക്ക് തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ വീട്ടിലൊരു 15 ലക്ഷത്തിന്റെ കാറ് മേടിച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള 7 ലക്ഷത്തിന്റെ കാറ് അപ്പൊ തന്നെ നമ്മൾ സെയിലായിട്ട് നമ്മൾ ഒരു 15 ലക്ഷത്തിന്റെ കാറ് മേടിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതുപോലെ മറ്റുള്ളവരുടെ അസൂയ, മറ്റുള്ളവരുടെ ദേഷ്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? നമ്മുടെ ഹൃദയത്തിലുണ്ട്. അപ്പൊ ഈ മറ്റുള്ളവരുടെ അസൂയയും ദേഷ്യവും ഉണ്ടാകുമ്പോൾ ആദ്യം ആർക്കാണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക? നമുക്ക് തന്നെയാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെയാണ് ആദ്യം മനസ്സ് അസ്വസ്ഥാകുന്നത്. ആർക്കാണ്? നമുക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ അനർത്ഥങ്ങളും മാറ്റുവാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? ഭഗവാന്റെ തിരുനാമ ജപാണ്. നാമസങ്കീർത്തനമസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമനെ ത്വം നമാമി ഹരിം പരം. ശ്രീമദ് ഭാഗവതം പറയുന്നു, ഈ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ കലിയുഗത്തിലുള്ള എല്ലാ അനർത്ഥങ്ങളും മാറ്റുവാനും, അതുപോലെ തന്നെ ഈ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനും, ഈ ജീവിതത്തിന് ശേഷം ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകുവാനും ഈ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്പൊ ഇത്രയും സമയം നമ്മുടെ ക്ലാസ്സുകളായിട്ട് എല്ലാവർക്കും എൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇസ്കോൺ കണ്ണൂർ ടൗണിൽ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ വൈഡൂര്യ ടൂറിസ്റ്റ് ഹോമിന്റെ അടുത്ത് തന്നെ ഇസ്കോണിന്റെ സെന്റർ ഉണ്ട്. ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന് നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ലോകം മുഴുവൻ, ഏകദേശം ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടോ ആ ഏകദേശം നോർത്ത് കൊറിയ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും എന്തുണ്ട്? നമ്മുടെ ഈ പ്രസ്ഥാനമുണ്ട്. പല വിദേശികളായിട്ടുള്ള പതിനായിരക്കണക്കിന് വിദേശികളായിട്ടുള്ള ഭക്തന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരെയും നമ്മൾ അവിടത്തേക്ക് നമ്മുടെ കണ്ണൂർ ടൗണിലുള്ള സെന്ററിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ സൺഡേയും ഭഗവത്ഗീത ക്ലാസ്, ഭജൻസ്, പിന്നെ ഉച്ചക്ക് അന്നപ്രസാദമുണ്ട്. അപ്പൊ എല്ലാവർക്കും വരാവുന്നതാണ്. നമുക്ക് അവിടെ വെച്ചിട്ട് ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവതം എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ജപമാല ബാഗ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്.
श्रील प्रभुपाद की जय, गुरु महाराज की जय, निताई गौर പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എനിക്ക് ഇത്രയും സമയം ക്ലാസ് നൽകാൻ അവസരം നൽകിയ സുരേഷ് വർമ്മ പ്രഭുവിന് എൻ്റെ കൃതജ്ഞത അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.